അമ്മ ഞാൻ ഇറങ്ങട്ടെ? നീ ഇറങ്ങിയാ? ആ അതെ, എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടോ? നിന്റെ കാശുണ്ടെങ്കിൽ ഒരിത്തിരി എണ്ണയെ കുഴമ്പങ്ങാണ് വാങ്ങിച്ചോണ്ടുവാ. എനിക്ക് ഇത് കേൾക്കുമ്പോഴാണ്. അപ്പൊ ഞാൻ തന്നെ ഇതൊക്കെ വാങ്ങിക്കാറ്. ഞാൻ കാശ് തരുമ്പോ അല്ലേ, അല്ലാതെ അല്ലല്ലോ. എന്റെ ഒരു വർത്തമാനം. അമ്മ ഞാൻ അടിച്ചോളാം അമ്മേ. എന്നാ ശരി, ഓക്കെ. നിങ്ങൾ എവിടെ പോവാ? എവിടം വരെ? എവിടം വരെ? ഇതിപ്പോ എല്ലാ കാര്യം നിങ്ങളോട് ബോധിപ്പിക്കണമെന്നുണ്ടോ? അയ്യോ, പോണെന്ന് ചോദിച്ചല്ലേ ഉള്ളൂ, പറ. ഒരു മൈക്കും ഒരു ബോക്സും എടുത്ത് വെച്ച് ഞാൻ ഇവിടെ അനൗൺസ് ചെയ്യാം ഞങ്ങൾ പോകുന്ന സ്ഥലമൊക്കെ. എവിടെ പോവാ? പറഞ്ഞാ പോരെ. എന്റെ പാർട്ടിയുടെ ഒരു മീറ്റിംഗ് ഉണ്ട്, അതുവഴി ഞങ്ങൾ പാർട്ടിക്കാരെല്ലാം കൂടെ മെട്രോയിൽ യാത്ര ചെയ്യാനുണ്ട്. അല്ല, നിങ്ങളിത് മൂടി വയ്ക്കുന്നതിന് ചോദിച്ചാൽ പറഞ്ഞാ പോരെ? എടാ, ഒരു കുടുംബത്തിലുള്ള ആൾക്കാർക്ക് അങ്ങോട്ടും പോകാനുള്ള സ്വാതന്ത്ര്യം ഈ നാട്ടുകാരെ മുഴുവൻ അറിയിക്കണോ? ഇതൊക്കെ പല രഹസ്യങ്ങളും ഉണ്ടാവും, അതൊക്കെ എല്ലാവരോടും അങ്ങ് വിളമ്പാനൊന്നും പറ്റൂല. എടി തങ്കം, എന്താ നിന്റെ തലക്കകത്ത്? ഈ സ്കൂളിലെ ദിവസം ആ കൊച്ചിനെ കൊണ്ട് കറങ്ങാൻ പോണ്ട കാര്യമുണ്ടാ? എടി, ഞാനല്ലേ നിന്റെ അടുത്ത് ചോദിച്ചു എവിടെ പോണെന്ന്. അതിനല്ലേ വലിയ വർത്താനം ഒന്നും പറയണ്ട നീ കേട്ടാ. ഒരു വർത്താനത്തിന് ഞാനില്ല. ഞാനിപ്പൊ പോണതുണ്ടല്ലോ, ദേ ദിവളോട് ഒറ്റ ഒരുത്തിനോടുള്ള വാശി കൊണ്ടാ. നീ എന്താ എന്നോട് പറഞ്ഞത്? നിനക്ക് മാത്രം കണ്ടാ മതിയോ മെട്രോ? എന്താ എന്നെ കൊണ്ടുപോയാ എന്നെ പൊക്കി പിടിച്ചു നടക്കാൻ പറ്റൂല എന്നല്ലേ? ഇനി കാണിച്ചു തരാം ആരാ കാണാൻ പോണെന്നുള്ളത്. കാണിച്ചു തരാം. എടി മന്ദത്തി, അവൻ വല്ല മീറ്റിങ്ങിനാന്നും പറഞ്ഞു പോയിട്ട് ആ മീറ്റിങ്ങിന്റെ ലഹരി അവിടെ പോയിരിക്കും. നീ അവസാനം കൊച്ചിയിലേക്ക് ഇറങ്ങി തിരിഞ്ഞ് നടക്കേണ്ടി വരും. കൊച്ചി ഞാൻ കാണാത്തതൊന്നും അല്ലല്ലോ, കൊച്ചി പഴയ കൊച്ചി തന്നെയാ. അളിയോ, ഞങ്ങൾ മെട്രോ ട്രെയിനകത്ത് ഇരുന്നുകൊണ്ട് ഒരു സെൽഫി ഇങ്ങനെ എടുത്തിട്ട് അളിയന്റെ പറഞ്ഞ പോലെ അളിയന്റെ വാട്സാപ്പുള്ള ഫോണല്ലല്ലോ ജമന്തി, നിന്റെ ഫോണിൽ ഞാൻ അയച്ചു തരും കേട്ടോ. മെട്രോയുടെ തല എങ്ങനെയാന്നാ നീ പറഞ്ഞേ? ആനയുടെ മസ്തകം പോലെ അല്ലേ? ഞാനൊന്ന് പോയി നോക്കട്ടെ, ആനയുടെ മസ്തകമാണോ കുതിരയുടെ മസ്തകമാണോ എന്ന് പറഞ്ഞുതരാം ഞാൻ. എന്റെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഉപ്മാവ് കുറച്ചുകൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് എടുത്തിട്ട് ഈ വാതിലൊന്ന് അടച്ചേക്കണേ. വരാമ്മ. മെട്രോ കാണാൻ പോകാത്തനാണോ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലേ എന്നെ മെട്രോ കാണാൻ കൊണ്ടുപോകണമെന്ന്. നിന്നെ മെട്രോ കാണിക്കാൻ കൊണ്ടുപോകാന്ന് ഞാൻ പറഞ്ഞില്ലേ? പിന്നെന്താണ് പ്രശ്നം? എനിക്ക് ഇപ്പൊ തന്നെ പോണം. ഈ വാശിയാണ്. എങ്ങനെ പോക്ക് നടക്കും? ഇപ്പൊ പോകാൻ പറ്റുമോ? എന്താ അമ്മ വാശി എന്ന് പറയണ? അമ്മയുടെ മോക്ക് വാശി ഉള്ളതുകൊണ്ടല്ലേ അങ്ങോട്ട് പോയത്. അതെ, നിന്റെ ഈ വാശി കാരണമാണ് അവരിപ്പൊ നേരത്തെ പോയത് കേട്ടാ. എനിക്ക് ഇന്ന് തന്നെ കാണണം. എന്തിനാ ഇന്ന് തന്നെ കാണുന്നത്? നമുക്ക് വേറൊരു ദിവസം പോയാ പോരെ? എനിക്ക് ആദ്യം കാണണമെന്ന് പറഞ്ഞതല്ലേ അമ്മ. എടി, അവര് പോയി കഴിഞ്ഞ് കണ്ടെന്ന് വിചാരിച്ചിട്ട് മെട്രോ തേഞ്ഞു പോകുന്നില്ലല്ലോ. ഏട്ടനെന്ത് ജോലിക്ക് പോകണ്ട. എടാ, നീ ഒരു കാര്യം ചെയ്യ്, ഇന്ന് ലീവ് എടുത്ത് എന്നെ എവിടെയും കൂടെ ഒന്ന് മെട്രോ കാണിക്കാൻ കൊണ്ടുപോ. അയ്യോ, ഞാനിപ്പോ ഇന്ന് ലീവൊക്കെ എടുത്ത് നിങ്ങളെ രണ്ടുപേരെയും കൂടെ അങ്ങനെ മെട്രോ കാണിക്കാൻ വേണ്ടി കൊച്ചിക്ക് പോവുകയാണ്. എന്റെ അമ്മ ഇതൊക്കെ അത് എന്നെ കൊണ്ട് ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടാ ജമന്തി. ഞാൻ കാര്യം പറഞ്ഞേക്കാം. ഞാൻ ഒന്നും കഴിക്കൂല. നീ കഴിക്കണടി. കൊച്ചുകുട്ടിയാണ് കളിക്കാൻ നിൽക്കണ. നമുക്ക് പോവാം ഒരു ദിവസം. അവന്റെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോ എന്തോ ചെയ്യാനാ? അറിയാതെ എങ്ങോട്ടേലും പോകാനായിട്ട് ഒരു ബസ് വരത്തില്ല. വെറുതെ വന്ന് നോക്കുക, ആവശ്യമുള്ള ബസ് വരും. അടുത്ത പാർട്ടി മീറ്റിങ്ങിന് ഞാനിത് പറയണുണ്ട്. അപ്പോൾ ഉള്ള ബസ് കൂടി അവർ നിർത്തിക്കളയും. ഭർത്താവിനെ അംഗീകരിച്ചില്ലേലും ഭർത്താവിനെ ഒന്ന് കൊച്ചാക്കാതിരിക്കും. നിന്നോട് മലയാളത്തിൽ ഞാൻ പറഞ്ഞു മര്യാദക്ക് വീട്ടിൽ നിൽക്കാൻ, അല്ലെങ്കിൽ സ്കൂളിൽ പോകാൻ. കേട്ടില്ലല്ലോ. കരഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ഇവിടെ അവിടെ വീട്ടിൽ കൊണ്ടുവന്ന് വിടും. എടുത്തു വെച്ചേ ഗ്ലീറ്റോ. ഇനി അവിടെ ചെല്ലുമ്പോ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റൂല. ഹലോ, അതെ ക്ലീറ്റോ സാർ. ഏത് കറിയാച്ചൻ? എന്നാ കറിയാ ചേട്ടാ? എപ്പോ? ഞാനിവിടെ ഉണ്ട്. അങ്ങോട്ട് എത്തിക്കോളാം. ശരി. അതെ, അല്ല അതെ, പിന്നെ ബസ് പോട്ടെ, നമ്മളെ പോക്ക് നടക്കത്തില്ല. നെയ്യാറ്റിങ്ങനെയുള്ള കൊച്ചപ്പറ്റില്ലേ പാപ്പാടെ അനിയൻ, അപ്പൊ ഞാൻ തട്ടിപ്പോയി.
കൊച്ചപ്പച്ചനെന്ന് അറിയില്ല, നമുക്ക് മെട്രോ കാണാൻ പോവാ. എടി മെട്രോ നാളെ മരിക്കത്തൊന്നുമില്ല, അതവിടെ ഉണ്ടാവും. കൊച്ചപ്പച്ചനെ ഇനി കാണാൻ പറ്റില്ല. ചുമ്മാ ഇരടി. അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ ബസ് കയറ്റി വിടും, നിങ്ങൾ കൊച്ചപ്പച്ചനെ കണ്ടിട്ട് പോവാ. ഇവിടെ മെട്രോ ആണ്. എടി കൊച്ചി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ പറ്റുന്ന സ്ഥലമൊന്നും അല്ല. നീ വന്ന് നമുക്ക് അവിടെ അടുത്ത ആഴ്ച പോവാം. പോവാതിരുന്നാൽ ശരിയാവത്തില്ല. എന്താ അറിയാമോ, പപ്പ ഇപ്പൊ കുറച്ച് നമ്മളായിട്ട് സ്നേഹിതത്തിൽ വന്നാണല്ലോ, അറിയാലോ. ഇപ്പൊ അങ്ങനെ പോവാതിരുന്നുകൊണ്ട് എന്തേലും പപ്പ തരാനുണ്ടെങ്കിൽ അത് തരാതാവും. അത് വേണ്ട, നമുക്ക് പൈസ തരാം. എന്നാ പിന്നെ അവനൊന്ന് വിളിച്ചു പറ. ആ അവനോട് പറയാം. ഇനി പറഞ്ഞില്ല എന്നുള്ള പരാതി കേട്ടോ, വരണേ വരട്ടെ. ആ മനകളിയാ, അതെ നെയ്യാറ്റിങ്കലുള്ള നമ്മുടെ കൊച്ചപ്പനുണ്ടല്ലോ. ആ പപ്പയുടെ അതല്ല പപ്പയുടെ നേരെയുള്ളത്. അപ്പച്ചനെ അറ്റാക്ക് ഒന്ന് മരിച്ചു. ശരി ശരി ശരി. നിനക്ക് ഇവിടുന്ന് ബസ് കിട്ടുമോ? ഇത് ഇവിടെ അല്ല, ഇനി നമുക്ക് ആ സൈഡിൽ പോകണം. അങ്ങോട്ട് നടക്കാം. വാ. അല്ലേ അവര് മെട്രോ കാണാൻ പോയിട്ട് പെട്ടെന്ന് ഇങ്ങനെ തിരിച്ചു വന്നത് എന്ത്? പോയില്ലേ? ഒന്നും മിണ്ടത്തില്ലേ? മെട്രോയും കാണാൻ പറ്റില്ല, ഒരു കുന്തവും കാണാൻ പറ്റിയില്ല. അതെന്താ? എന്ത് പറ്റിയത് പറ. എന്റെ അമ്മ ഈ മനുഷ്യന്റെ ആരോ മരിച്ചു പോയെന്ന് പറഞ്ഞിട്ട് ഒരു ഫോൺ കോൾ വന്നേ. അയ്യോ, അത് ഞാൻ എന്താ ആശുപത്രിയിലും കാണുമായിരുന്ന? അത് ഞാനും ഒരു ഗുരുവില്ല, അത് ഞാൻ അവിടെ ഇരിപ്പുണ്ട്. നെയ്യാറ്റിങ്കലുള്ള എന്റെ കൊച്ചപ്പനില്ലേ, അയാള് മരിച്ചെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ ചെന്നപ്പോ അയാൾ ഇരുന്ന് കപ്പയും പന്നി ഇറച്ചി നിന്നോണ്ടിരിക്കുക. മരിച്ചുപോയ ആൾ എങ്ങനെയാടാ പന്നി ഇറച്ചിയും കപ്പയും തിന്നുന്നത്? എന്റെ അമ്മ മരിച്ചൊന്നുമില്ല, ഇത് ആരോ കള്ള ഫോൺ ചെയ്തതാ, ഞങ്ങളെ പറ്റിച്ചതാ. അതാരും അങ്ങനെ ചെയ്തത് കണ്ടുപിടിക്കണമല്ലോ. കണ്ടുപിടിക്കാനൊന്നുമില്ല. അമ്മയുടെ പുന്നാരെ മോനില്ലേ, അവൻ മനഃപൂർവ്വം ഞങ്ങളെ മെട്രോ കാണിക്കാതിരിക്കാൻ വേണ്ടി ചെയ്തതാ. നീ ആവശ്യമില്ലാത്തൊന്നും പറയരുത്, അവൻ അങ്ങനെ ചെയ്യുന്നവനല്ല. അവൻ അങ്ങനെ ചെയ്യൂലായിരിക്കും, പക്ഷെ അവന്റെ ഭാര്യ ഒരുത്തിയുണ്ടല്ലോ ഇവിടെ, അവള് മനഃപൂർവ്വം ഓതി കൊടുത്തതായത്. അവളെ അമ്മ ഇങ്ങോട്ടൊന്ന് വിളിച്ചു. എനിക്ക് അവൻ രണ്ടുപേരും ഇവിടെ ഇല്ല, അവര് മെട്രോ കാണാൻ പോയി. ഓഹോ അത് ശരി. അപ്പൊ ഞങ്ങളെ യാത്ര മുടക്കിയിട്ട് അവർ ആദ്യം എത്താനുള്ള പരിപാടിയായിരുന്നല്ലേ വെച്ചിട്ടുണ്ടമ്മ. ഞാനിതിന് പകരം ചോദിക്കും.